അത് ജിൻഡോയ്ക്കെതിരെയാണ്. അന്ന് ബിഗ് ബോസിലുണ്ടായിരുന്ന മുഴുവൻ കണ്ടസ്റ്റൻറ്റും കൂടി ചേർന്ന് അയാളുടെ മാനസികമായും അയാളുടെ കളറിനെയും അയാളുടെ സംസാര രീതിയെയും ഒക്കെ ആക്ഷേപിക്കുന്നത് സാബു തരികട സാബു പിന്നെ പോലെ നാക്കിലായിരുന്നു. ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അഖിൽമാരാറിന്റെ നാക്കിലായിരുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന പലരുടെയും നാക്കിലായിരുന്നു. നാക്കുകൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ആളായിട്ടുള്ള ജാസ്മിൻ്റെ നാക്കിലായിരുന്നു. പക്ഷേ അയാളിൽ ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു. ശരിയെന്ന് തോന്നുന്നു അംഗീകരിക്കാനും തെറ്റെന്ന് പറഞ്ഞു തരുന്നത് തിരുത്താനും നമ്മുടെ മനസ്സുണ്ടായിരുന്നു. നല്ലത് ആര് ചെയ്താലും അതിനെ അംഗീകരിക്കാൻ അഭിനന്ദിക്കാനും അയാൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഏറ്റവും രീതിയിൽ ഉപദ്രവിച്ചൊരു കുഞ്ഞു വീഡിയോ എല്ലാവരുടെ ഓർമ്മയിലേക്ക് വെറുതെ ഈ മണ്ഡലം നിന്നോട്ട് എന്തെങ്കിലും സാധിക്കണ്ടോ? നിന്റെ കാലിലാണ് ബുദ്ധിക്കുന്നത്. നീ എന്താണ് എങ്ങനെയാണ് ഇങ്ങനത്തെ നടന്നത്? ഒരു പരിധി വേണ്ടത് മറ്റേ ജാമ്യം പോയി നടന്ന മനസ്സിൽ വിഷമം അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരാളൊന്നും മനസ്സിൽ സംസാരിക്കാൻ ഒരാളോട് വരാനില്ല. ഞാൻ അവർ പുറത്തിറങ്ങുന്നുണ്ട്. മറ്റേ വിഷമം ചോദിക്കണം. എനിക്കറിയില്ല.